ആയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരങ്ങളടിച്ച് നമുക്ക് പാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം. വളരെ അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രത്യേകാൽ കർത്താവിൽ അനുഗ്രഹീതനായ കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ബിനു വാഴമുട്ടം, കുടുംബം, വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ, വളരെ മനോഹരമായ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കർത്താവിൻ്റെ അഭിഷിക്തർ, കടന്നു വന്ന ദൈവജനം, ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. വളരെ വേഗത്തിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിന് 35-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. യേശു കണ്ണുനീർ വാർത്തു. മതി. യേശു കണ്ണുനീർ വാർത്തു. നിങ്ങളെല്ലാവരും ഇനി എന്നെ ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യമാണ് ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി നമ്മൾ വായിച്ചത്. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യമാണ് ഇതെങ്കിലും ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള അർത്ഥസമ്പൂർണമായ ഒരു വേദഭാഗം കൂടെയാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗം. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വേദഭാഗം ഇതായിരിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വേദഭാഗം എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യമാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വാക്യത്തെക്കാൾ 1000 മടങ്ങ് അർത്ഥസമ്പൂർണമായ വേദഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. യേശു കണ്ണുനീർ വാർത്തു. എല്ലാവരും പദം ഒന്ന് പറഞ്ഞേ, യേശു കണ്ണുനീർ വാർത്തു. സ്തോത്രം. നമുക്കറിയാം, കണ്ണുനീര് ഒരു ബലഹീനതയുടെ സിമ്പലായിട്ടാണ് പലരും കാണുന്നത്. പലരും പറയും, അയ്യോ നാണമില്ലേ നിനക്ക് കരയാൻ, ഇങ്ങനെ കരയാൻ നിനക്ക് നാണമില്ലേ, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പോൾ കണ്ണുനീരെന്ന് പറയുന്നത് എന്തോ ഒരു ബലഹീനതയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു പരിഹാസ്യമായ ഒരു വിഷയമായിട്ടോ ഒക്കെ ലോകം കാണുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യേശു കണ്ണുനീർ വാർത്തു. യേശു വെറുതെ കരഞ്ഞു എന്നല്ല നമുക്കവിടെ കാണുന്നത്. യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശു പൊട്ടി 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 കരഞ്ഞു. ലോകം കാണെ, യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും തത്വജ്ഞാനികളും യഹൂദ പ്രമാണിമാരും റബിമാരും കാണെ യേശു കണ്ണുനീർ വാർത്തു. സ്തോത്രം. എന്താണ് ഈ കണ്ണുനീരിൻ്റെ പ്രാധാന്യം? വേദപുസ്തക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കണ്ണുനീരിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് കണ്ണുനീരിൻ്റെ പ്രാധാന്യം? ഒരു 5 പ്രാധാന്യങ്ങൾ ഇന്ന് പകൽ നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മാനസാന്തരം കണ്ണുനീരോടെ ആയിരിക്കണം. കണ്ണുനീരോടെ ഉള്ള മാനസാന്തരം ദൈവം അംഗീകരിക്കുന്ന മാനസാന്തരമാണ്. 2, പ്രാർത്ഥന കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. പ്രാർത്ഥന കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. 3, സുവിശേഷ വേല കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. 3, സുവിശേഷ വേല കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. 4, ആരാധന കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. ആരാധന കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. 5, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. 5, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. ഇതൊരു വലിയ വിശാലമായ വിഷയമാണ്. എത്രത്തോളം വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല. എങ്കിലും സ്തോത്രം, ഞാൻ മാക്സിമം അത് ശ്രമിക്കുവാൻ പോവുകയാണ്. അതിൻ്റെ 1-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മാനസാന്തരം കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. ഒരിക്കൽ യേശുവിനെ ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഈ മനുഷ്യൻ സമൂഹത്തിൽ വളരെ ബഹുമാന്യനായ, ആളുകൾ ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അദ്ദേഹം യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഒരിക്കലും യേശുവിനെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയില്ല. യഹൂദന്മാർ മുഴുവൻ യേശുവിനെതിരായി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ യേശുവിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. നമുക്ക് ആ ഭാഗം വേഗത്തിൽ നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 7-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ.
35 മുതൽ വായിച്ചു. ജ്ഞാനമോ തന്റെ എല്ലാ മക്കളാലും ആ. നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. പരീശന്മാരിൽ ഒരുവൻ, നിങ്ങൾ നോക്കണമേ, അദ്ദേഹത്തിന്റെ പേര് ശിമ്യോൻ എന്നാണ്. അദ്ദേഹം യേശുവിനെ ക്ഷണിച്ചു. പരീശന്മാർ ഒരു കാരണവശാലും യേശുവിനെ അംഗീകരിക്കാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പരീശന്മാരിൽ ഒരുവൻ യേശുവിനെ എന്ത് ചെയ്തു? അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് യേശുവിനെ ക്ഷണിച്ചത്. ഹലോ ജീസസ്, വെൽക്കം, സ്തോത്രം എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തോടെ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിപ്പാനിടയായി തീർന്നു. എന്നാൽ ആ ഭവനത്തിൽ കടന്നു വന്ന ഒരു സ്ത്രീയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 38-ാം വാക്യത്തിൽ ആ സ്ത്രീയെ നമുക്ക് കാണാം. വായിച്ചാട്ടെ. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട്, പുറകിൽ 38-ാം വാക്യം, പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ച് തുടങ്ങി തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. നിങ്ങൾ നോക്കണമേ, യേശുവിനെ ക്ഷണിച്ചവൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ക്ഷണിച്ചപ്പോൾ ആ വീടിനകത്ത് പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് വന്ന് അവൻ്റെ കാൽക്കൽ വന്നിരുന്ന് അവളുടെ കണ്ണുനീരുകൾ കൊണ്ട് അവൻ്റെ കാൽപാദങ്ങൾ കഴുകി അവളുടെ തലമുടി കൊണ്ട് ആ കാൽപാദങ്ങൾ തുടയ്ക്കുവാൻ തുടങ്ങി. ഇന്ന് പകലൊന്ന് ഞാൻ വിളിച്ചു പറയാം, നിന്റെ മാനസാന്തരത്തിന് കണ്ണുനീരില്ലെങ്കിൽ ആ മാനസാന്തരം യഥാർത്ഥ മാനസാന്തരമല്ല. ഇന്നത്തെ മാനസാന്തരങ്ങളെല്ലാം ചിരിച്ചുകൊണ്ടുള്ള മാനസാന്തരങ്ങളാ. ചിരിച്ചുകൊണ്ടുള്ള മാനസാന്തരമല്ല. അനുതാപത്തോടെ നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപക്കറകളെ ആ കണ്ണുനീരുകൾ കൊണ്ട് കഴുകിക്കളഞ്ഞ്, ഓ സ്തോത്രം, ദൈവസന്നിധിയിലേക്ക് നീ കണ്ണുനീരോടെ കടന്നു വരാൻ തയ്യാറാണെങ്കിൽ നിന്റെ മാനസാന്തരത്തെ സ്വർഗം അംഗീകരിക്കും. ഇന്ന് പകൽ മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഈ ക്രൈസ്തവ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആദിമ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികന്മാർ, നമുക്ക് മുൻപായി യേശുവിനെ കണ്ടുമുട്ടിയ ആളുകൾ, അവരുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ മാനസാന്തരം മാസങ്ങളോളം നീണ്ടു നിന്ന മാനസാന്തരമായിരുന്നു. ഇന്നത്തെ മാനസാന്തരം വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ ഒരു കാർഡ് കിട്ടും, അതിനകത്ത് കുറേ കോളങ്ങളുണ്ട്. അതിലൊരു കോളത്തിൽ വരും, ഞാൻ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു. ഒറ്റ ടിക്കിട്ടാൽ ഇന്നത്തെ മാനസാന്തരം കഴിഞ്ഞു. പക്ഷെ പണ്ടങ്ങനല്ല, ഒറ്റ ടിക്കിലല്ല, മാസങ്ങൾ നീണ്ടു നിൽക്കും. ഒരു കർത്താവിന്റെ ദാസന്റെ അനുഭവ ചരിത്രം ഞാൻ വായിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു സുവിശേഷ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം ആ യോഗത്തിൽ മാനസാന്തരപ്പെടുവാനിടയായി തീർന്നു. അദ്ദേഹം ഇരുന്ന് തൻ്റെ പഴയകാല ജീവിതം ചിന്തിക്കുവാൻ തുടങ്ങി. താൻ ആരോടൊക്കെ തെറ്റ് ചെയ്തു, ആരെയൊക്കെ താൻ വേദനിപ്പിച്ചു, ആരെയൊക്കെ കണ്ണുനീര് കുടിപ്പിച്ചു, ആരോടൊക്കെ താൻ അസൂയപ്പെട്ടു, ആരുടെയൊക്കെ താൻ കവർന്നെടുത്തു. ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ട് ഓരോ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താൻ എന്താണോ അവരോട് ചെയ്തു പോയത് അതിന് പകരമായി അദ്ദേഹം പ്രത്യുപകാരമായി പല കാര്യങ്ങൾ ചെയ്തു. അതിലൊരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് വളരെ പട്ടിണിയുടെ കാലം, ദാരിദ്ര്യത്തിന്റെ കാലം, ഭക്ഷണം കിട്ടാനില്ലാതിരുന്ന കാലം. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് തൻ്റെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ നിന്ന് ഒരു വാഴക്കൊല മോഷ്ടിച്ചു. വിശപ്പ് കൊണ്ടാ, ഒരു നേരത്തെ വയറ് നിറയ്ക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഒരു വാഴക്കുല മോഷ്ടിച്ചു, ഒരു ഏത്ത വാഴക്കുല. ഇത് അദ്ദേഹത്തിന് മനസ്സിലേക്ക് ചിന്ത വന്നു. താൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം മാർക്കറ്റിൽ പോയി 2 വാഴക്കുലകൾ വാങ്ങി നേരെ ആ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടേതാണ്. അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്കിപ്പോൾ വാഴക്കൃഷിയൊന്നുമില്ല, ഇത് പിന്നെ എവിടുന്നാണ്? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാ, ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് വിശന്നിട്ടാ ഞാൻ ചെയ്തത്, വേറെ മാർഗമില്ലാഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. നിങ്ങളുടെ ഒരു ഏത്ത വാഴക്കൊല ഞാൻ വെട്ടിയിരുന്നു. നിങ്ങളെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഞാനും കണ്ടതാ. പണ്ടത്തെ കാലമാ, ഇന്നത്തെ കാലമൊന്നുമല്ല, പണ്ടത്തെ കാലമാ. സ്തോത്രം. നിങ്ങളെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഞാനും കണ്ടതാ. പക്ഷെ വിശപ്പ് കൊണ്ട് ഞാൻ ചെയ്തതാ, എന്നോട് ക്ഷമിക്കണമേ. അതിന് പരിഹാരമായി ഇതാ 2 വാഴക്കുലകൾ ഞാൻ മേടിച്ചു തരികയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും, ഇത് കേൾക്കുമ്പോൾ നമുക്ക് രസമായിട്ട് തോന്നും. ഓ, ഇതിൻ്റെ പേരാ മാനസാന്തരം, ഇതിൻ്റെ പേരാ മാനസാന്തരം.
അമ്മായിയമ്മയും മരുമകളൂടെ പിണങ്ങിയിരുന്ന് ചർച്ചിൽ വന്ന് കർത്തൃമേശ എടുത്ത് വിഴുങ്ങുന്നതിൻ്റെ പേരല്ല മാനസാന്തരം. അവിടെ പരിഹരിക്കപ്പെടാനുള്ളത് പരിഹരിച്ചിട്ട് ദേവാലയത്തിൽ വന്ന് സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നതാണ് മാനസാന്തരം. ഹല്ലേലൂയ. ആളുകളോട് പിണങ്ങിയിരുന്ന് വഴക്കുണ്ടാക്കിയിട്ട് ചീത്ത വിളിച്ചിട്ട് സ്തോത്രം ഒരു കൂസലുമില്ലാതെ ദേവാലയത്തിൽ വന്നിരുന്ന് ആരാധിക്കുന്നതിന്റെ പേരല്ല മാനസാന്തരം. അനുതാപത്തോടെ ബ്രദറെ എനിക്ക് തെറ്റിപ്പോയി, സിസ്റ്ററെ എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് നീ ആരാധിക്കു കുഞ്ഞേ, നിന്റെ ജീവിതം അനുഗ്രഹപൂർണമാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കൂ, പരീശനായ മനുഷ്യൻ അവന്റെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചത് അവൻ ചില്ലറക്കാരനല്ലെന്ന് യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കണം. കാരണം അവന് കണ്ണീരില്ല, അവൻ മാറി നിൽക്കുകയാ. അവിടെ നിന്നുകൊണ്ട് ഈ സംഭവം അവിടെ നടക്കുമ്പോൾ യേശുവിൻ്റെ കാൽപാദങ്ങൾ ആ പാപിനിയായ സ്ത്രീ തുടയ്ക്കുമ്പോൾ ഇവൻ മാറി നിന്നിട്ട് പരീശൻ മാറി നിന്നിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവനെ തൊട്ടതാരാണെന്ന് ഇപ്പോൾ ഇവൻ പ്രവചിച്ചേനെ. നിങ്ങൾ നോക്കണമേ, സമൂഹത്തിന്റെ മുൻപിൽ ആരും മാന്യത കൊടുക്കാത്ത, ആരും വില കൽപ്പിക്കാത്ത ആ സ്ത്രീയെ നോക്കി ഈ പരീശനായ മനുഷ്യൻ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാവനയിലേക്ക് അതൊന്ന് വരട്ടെ. യേശു ഇരിക്കുന്നു, യേശുവിൻ്റെ കാൽപാദത്തിൽ പാപിനിയായ സ്ത്രീ വന്നിരിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവളുടെ കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാലുകൾ കഴുകിക്കൊണ്ടിരിക്കുന്നു, മുടി കൊണ്ട് തുവർത്തിക്കൊണ്ടിരിക്കുന്നു. യേശു ഇത് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആ ഡോറിൻ്റെ അവിടെ ചാരി നിന്നിട്ട് സംഘാടകൻ, വിളിച്ചയാള്, വീടിൻ്റെ ഉടമസ്ഥൻ, ഇവൻ നിന്നിട്ട് പുറമേ പറഞ്ഞില്ല, ഹൃദയത്തിൽ പറഞ്ഞു, ഇവനൊരു പ്രവാചകനെങ്കിൽ ഇവനെ തൊട്ടതാരെന്ന് ഇപ്പോൾ ഇവൻ പ്രവചിച്ചേനെ. പെട്ടെന്ന് നിങ്ങൾ നോക്കണമേ, യേശു ഇങ്ങനെ കുനിഞ്ഞ് ഇവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവന്റെ ഹൃദയത്തിൽ ഈ ചിന്ത വന്നയുടനെ യേശു മുഖമുയർത്തി, തലയുയർത്തി അവന്റെ മുഖത്തേക്ക് ഒരു നോട്ടം. ഓർത്ത് നോക്കിയേ, അവന്റെ നെഞ്ച് കാളിപ്പോയി കാണും. കാരണം ഇവൻ യേശുവിന് വിരോധമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാ. യേശു അവനെ വിളിച്ച് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അവനോട് തന്നെ പുറകോട്ട് നോക്കുക. അവനോട് പറഞ്ഞ പുറകിലല്ല, നീ തന്നെ ഇങ്ങോട്ട് വാ. വളരെ ഭവ്യതയോടെ, എന്താ കർത്താവേ, എന്താ വേണ്ടേ? ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. നിനക്ക് യഹൂദന്റെ മര്യാദ അറിയാമോ? നീ വലിയ പരീശനല്ലേ? യഹൂദന്റെ മര്യാദ പ്രകാരം തന്നേക്കാൾ ഉന്നതനായ, തന്നേക്കാൾ കൂടിയ ഒരു യഹൂദൻ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ഇറങ്ങിച്ചെന്ന് അവൻ്റെ കാല് കഴുകി അകത്തേക്ക് ക്ഷണിക്കണം. ഇതാ യഹൂദന്റെ നിയമം. എനിക്ക് തുല്യനായിട്ടുള്ള ഒരുവനാണ് വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ ഇറങ്ങിച്ചെന്ന് വെള്ളമൊഴിച്ചു കൊടുക്കണം. അവൻ തന്നെത്താൻ പാദങ്ങൾ കഴുകി അകത്ത് കിടക്കണം. ഇനി എന്നേക്കാൾ കുറഞ്ഞ ഒരുവനാണ് എൻ്റെ വീട്ടിൽ വരുന്നതെങ്കിൽ അവൻ തന്നെത്താൻ കാൽപാദങ്ങൾ കഴുകി അവൻ വീടിനകത്തേക്ക് കയറണം. ഇത് യഹൂദന്റെ നിയമമാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ 2 വായിക്കുന്ന യഹൂദന്റെ ശുദ്ധീകരണ നിയമപ്രകാരം അവിടെ കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നെന്നൊക്കെ നമ്മൾ വായിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താ? എടാ, നീ എന്നെ ആരായിട്ടാ കണ്ടത്? നിന്റെ വീട്ടിലേക്ക് നീ എന്നെ ക്ഷണിച്ചു, ശരിയാണ്, നല്ലത് തന്നെ. പക്ഷെ നീ എന്നെ ആരായിട്ടാ കണ്ടേ? നിന്നേക്കാൾ വലിയവനായിട്ട് നീ എന്നെ കണ്ടില്ല, നിനക്ക് ഈക്വലായിട്ടും നീ എന്നെ കണ്ടില്ല, നിന്നേക്കാൾ കുറഞ്ഞവനായിട്ടും നീ എന്നെ കണ്ടില്ല. കാരണം ഒരു പാത്രം വെള്ളം പോലും നീ അവിടെ വെച്ചില്ല. എന്നിട്ട് ഈ പാപിനിയായ സ്ത്രീ വന്ന് അവളുടെ കണ്ണുനീരുകൾ കൊണ്ട് എൻ്റെ കാൽപാദങ്ങൾ കഴുകുമ്പോൾ നീ അവളെ വിധിക്കാൻ നിൽക്കുകയാണോ? ഇന്ന് പകൽ ഇത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഇന്ന് പകൽ ഞാൻ പറയാം, പ്രിയമുള്ളവരെ, സന്തോഷത്തോടെയുള്ള മാനസാന്തരമല്ല, ചിരിച്ചുകൊണ്ടുള്ള മാനസാന്തരമല്ല, കണ്ണുനീരോടുകൂടെയുള്ള മാനസാന്തരം എൻ്റെ കർത്താവിന് വലിയ ഇഷ്ടമാ. ചിലർ ബുദ്ധിപരമായി മാനസാന്തരപ്പെടുന്നവരുണ്ട്, ബുദ്ധിപരമായിട്ട്. അങ്ങനെ ഒരാളായിരുന്നു യൂദ. അവൻ കർത്താവിനെ ഒറ്റിക്കൊടുത്തു, അവൻ പാപം ചെയ്തു, അവൻ ബുദ്ധിപരമായി ചില വാക്കുകൾ പറഞ്ഞു. ആ നിഷ്കളങ്ക രക്തത്തെ ഞാൻ കാട്ടിക്കൊടുത്തു. അത് ബുദ്ധിപരമായ ഒരു മാനസാന്തരമാണ്, വായ് കൊണ്ടുള്ള ഒരു മാനസാന്തരമാണ്.
പക്ഷേ അനുതാപത്തിന്റെ കണ്ണുനീർ യൂദയുടെ കണ്ണിലില്ല. അവൻ വായ് കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നില്ല. പക്ഷേ യൂദ ചെയ്തതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത മറ്റൊരു ശിഷ്യനുണ്ടായിരുന്നു, പത്രോസ് എന്ന അവന്റെ പേര്. യൂദ യേശുവിനെ കാട്ടിക്കൊടുത്തതേ ഉള്ളൂ. പത്രോസ് ചെയ്തതോ, അവൻ പ്രാഗി തള്ളിപ്പറഞ്ഞ് ആണയിട്ട് യേശുവിനെ വിട്ടുപോയവനാ. എത്ര തെറ്റുകൾ ചെയ്തവനാണ് അവൻ. സ്തോത്രം. അവൻ പ്രാഗി തള്ളിപ്പറഞ്ഞ് ആണയിട്ടു. യഹൂദന്റെ ആണയെന്ന് പറയുന്നത് അവന്റെ ഏറ്റവും വലിയ ആണയിടൽ യെരുശലേം ദേവാലയത്തെ പിടിച്ച. അങ്ങനെയെങ്കിൽ പത്രോസ് എങ്ങനെയായിരിക്കും യേശുവിനെ തള്ളിപ്പറഞ്ഞ് പ്രാഗി ആണയിട്ടത്? എൻ്റെ ചിന്തയിൽ വന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അവൻ ഇങ്ങനെ പറഞ്ഞു, ആ ദേവാലയത്തിനാണ് ഈ മുടിഞ്ഞവനെ, ഈ നശിച്ചവനെ, ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രാഗി. അതിന് ഏറ്റവും ചെറിയ വാക്കുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ മുടിഞ്ഞവനെ, ഈ നശിച്ചവനെ, ഈ ദേവാലയത്തിനാണ് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് 3 വട്ടം തള്ളിപ്പറഞ്ഞ് പ്രാഗി ആണയിട്ട് പോയ പത്രോസ്, അവൻ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്റെ ജീവനാഥനെയാണല്ലോ ഞാൻ തള്ളിപ്പറഞ്ഞതെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. നിങ്ങൾ നോക്കണേ, ബുദ്ധിപരമായി മാനസാന്തരപ്പെടാൻ ശ്രമിച്ച യൂദ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മാത്രമല്ല, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ആകെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ കുംഭസാരം നമ്മൾ കാണുന്നുള്ളൂ. കുംഭസാരം. ആ കുംഭസാരം നടത്തിയ ആള് യൂദയാണ്. പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവൻ കുംഭസാരിക്കുക. എന്താ അവൻ കുംഭസരിച്ച്? ആ നിഷ്കളങ്ക രക്തത്തെ ഞാൻ കാട്ടിക്കൊടുത്തു. പുരോഹിതന്മാർ എന്നാ പറഞ്ഞു? ഞങ്ങൾക്കറിയത്തില്ല, നീ എന്താന്ന് വെച്ചാ പോയി ചെയ്തു. പുരോഹിതന്മാർ കൈയൊഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കുംഭസാരത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ആഴവും. പ്രൈസ് ദി ലോർഡ്. നീ പാപങ്ങൾ ഏറ്റുപറയണമെങ്കിൽ, പാപങ്ങളെ മോചിപ്പാൻ കഴിവുള്ള മനുഷ്യപുത്രനായി ജനനമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യരോട് കൂടെ നടന്ന് പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട നസ്രേനായ യേശുവിന്റെ അടുക്കൽ ചെന്ന് നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറ. അവിടെയാണ് നിനക്ക് പാപമോചനം കിട്ടുന്നത്. അല്ലാതെ മനുഷ്യരായ പുരോഹിതന്മാരുടെ അടുക്കൽ പോയി കുംഭസരിച്ചവൻ യൂദ മാത്രമാ. എന്ത് സംഭവിച്ചു? പുരോഹിതന്മാർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, നീ എന്താന്ന് വെച്ചാ ചെയ്തു കൊള്ളുക. അവൻ എന്ത് ചെയ്തു? അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. എന്നാൽ 3.5 വർഷം യേശുവിനോട് കൂടെ നടന്ന ഒരു മനുഷ്യനാ പത്രോസ്. നമുക്കറിയാം, അവനൊരിക്കൽ പടകും വലയും വിട്ട് തനിക്കുണ്ടായിരുന്നത് മുഴുവൻ വിട്ട് യേശുവിനെ അനുഗമിച്ചവനാ. പക്ഷേ അവന്റെ കണ്ണിൽ നിന്ന് എപ്പോൾ കണ്ണുനീര് വീണോ അപ്പോൾ മുതൽ യേശു അവനെ ഉപയോഗിച്ചു തുടങ്ങി. യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം അവൻ സകല ശിഷ്യന്മാരെയും കൂട്ടി മീൻ പിടിക്കാൻ ഒരു കാലത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ പടകും വലയും എടുത്തുകൊണ്ട് അവൻ മീൻ പിടിക്കാൻ പോയി. അവരുടെ അടുക്കിലേക്ക് യേശു ഇറങ്ങി വന്നു. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇതായിരുന്നു ചോദ്യം. സ്തോത്രം. അല്പനിമിഷം കഴിഞ്ഞു. സംഭവമൊക്കെ നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. ഇവർ സ്തോത്രം കടൽക്കരയിലേക്ക് മടങ്ങി വരുമ്പോൾ യേശു പത്രോസിനോടൊരു ചോദ്യം, 3.5 വർഷം കൂടെ നടന്നപ്പോഴും ചോദിക്കാത്ത ഒരു ചോദ്യം. പത്രോസേ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വാക്ക് കേട്ട് നിന്റെ കൂടെ നിൽക്കാൻ സകല ശിഷ്യന്മാർ നിന്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. നീ പിടിച്ച പെരുത്ത മീൻകൂട്ടം ഇപ്പോൾ നിന്റെ കയ്യിലുണ്ട്. പക്ഷെ ഒന്നെനിക്കറിയണം, നീ ഇവയേക്കാളധികം എന്നെ സ്നേഹിക്കുന്നുവോ? 3 വട്ടം യേശു ഈ ചോദ്യം എടുത്തെടുത്ത് ചോദിച്ചു. 3-ാം പ്രാവശ്യം പത്രോസ് പൊട്ടിക്കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 3.5 വർഷം അവനില്ലാതെ ഇരുന്നതൊന്ന് ഇപ്പോൾ അവനിൽ നിന്ന് പുറപ്പെട്ടു. കണ്ണുനീര് ധാരധാരയായി ഒഴുകി.
അവന്റെ ഉള്ളിൽ ഒരു മാനസാന്തരമുണ്ടായി. സ്തോത്രം. അവന്റെ ഉള്ളിൽ വന്ന ചിന്തകൾ എന്തായിരിക്കും? 3 വട്ടം എൻ്റെ അരുമനാഥനെ ഞാൻ തള്ളിപ്പറഞ്ഞു, ഞാൻ പ്രാഗി, ഞാൻ ആണയിട്ടു. അതിനുശേഷം ഇപ്പോഴാ യേശുവിനെ പത്രോസ് കാണുന്നത്. അവിടെ നിന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം യേശുവേ, നീ അറിയുന്നല്ലോ. അവന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഈ സമയത്ത് യേശു ഒരു ദൗത്യം അവനെ ഏൽപ്പിച്ചു. പത്രോസേ, അങ്ങനെയെങ്കിൽ നിനക്കൊരു ദൗത്യം ഞാൻ ഏൽപ്പിക്കുകയാണ്. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരവന്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോ കർത്താവ് അവനെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. മാത്രമല്ല, അപ്പോസ്തലന്മാരിൽ പ്രധാനികളാക്കി അവനെ മാറ്റി, ദൈവസഭയുടെ അടിസ്ഥാനമാക്കി അവനെ മാറ്റി. ഹല്ലേലൂയ. പത്രോസ് എന്ന പാറ അവിടെ പൊട്ടുകയാ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതൊരുപക്ഷെ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുന്ന പ്രസംഗമായിരിക്കത്തില്ല, ഒരുപക്ഷെ അന്യഭാഷ പറയാൻ തോന്നുന്ന പ്രസംഗമായിരിക്കത്തില്ല. പക്ഷേ ഈ പ്രസംഗം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. പത്രോസിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി ഇറങ്ങിയപ്പോൾ പാറ കഷണമായിരുന്ന പത്രോസ് അവിടെ ഉടയപ്പെടുകയാണ്. അവിടെ അവൻ പൊട്ടിമാറുകയാണ്. ആ പാറ കഷണത്തിൽ ദൈവസഭയുടെ അടിസ്ഥാനമിട്ട എൻ്റെ യേശു കർത്താവ് എന്തിനാ അങ്ങനെ ചെയ്തത്? നീ എപ്പോൾ ഉടയുമോ, നീ എപ്പോൾ തകരുമോ, എപ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങുമോ, അവിടെ നീ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായി മാറും. പൊട്ടിക്കരഞ്ഞ പത്രോസ് അപ്പോസ്തലന്മാരുടെ തലവനായി മാറിയതുപോലെ ഇന്ന് പകൽ കുഞ്ഞെ ഈ ആലയത്തിനകത്തിരുന്ന് ഈ ലൈവിലൂടെ ഇത് കണ്ടുകൊണ്ട് നീ പൊട്ടിക്കരയാൻ തയ്യാറാണെങ്കിൽ നിന്റെ അവസ്ഥകളെ മാറ്റാൻ, നിന്റെ സ്ഥിതിയെ മാറ്റാൻ, ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്ക് മറ്റൊരവസ്ഥയിലേക്ക് സ്ഥാനക്കയറ്റം തരാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ എത്ര പേരുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ സ്പർശിക്കുന്നുണ്ട്? എത്ര പേരുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ തൊടുന്നുണ്ട്? നിന്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് മാനസാന്തരത്തിന്റെ കണ്ണുനീരെങ്കിൽ നിന്റെ അവസ്ഥകൾ മാറും, നിന്റെ സ്ഥിതികൾ മാറും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വെറും മുക്കുവനായിരുന്നവൻ, വിദ്യാഭ്യാസമില്ലാതിരുന്നവൻ, ഒരു കഴിവുമില്ലാതിരുന്നവൻ, ഒരു മിടുക്കുമില്ലാതിരുന്നവൻ, അവന്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയപ്പോ കർത്താവിനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. വെറുതെ ഏൽപ്പിച്ചു വിട്ടതല്ല കേട്ടോ. ഈ ദൗത്യം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ ഡബിൾ ബിരുദധാരിയായിരുന്ന ഗമാലിയേലിന്റെ പാദപീഠത്തിങ്കിലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച പൗലോസിന്റെ സഭയിൽ ഒരിക്കൽ ഈ പത്രോസ് പോയി. കൊരിന്ത് സഭയിൽ ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. പത്രോസ് അവിടെ പോയിട്ട് അവിടുത്തെ പകുതി ആളുകൾ പറഞ്ഞു, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാരാണ്. ഇത്രയും ഉന്നത വിദ്യാഭ്യാസവും വിവരവും അറിവും ലോകപരിജ്ഞാനവും ഉണ്ടായിരുന്ന പൗലോസിന്റെ ചർച്ചിൽ ഒരു ഒറ്റ പ്രസംഗം പത്രോസിന്റെ സ്ഥിതിയെ മാറ്റിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഒന്ന് വിളിച്ചു പറയാം, നിന്റെ അസാധ്യതകൾ നോക്കി നീ വിലപിക്കല്ലേ, എനിക്ക് കഴിവില്ലെന്ന് നീ പറയല്ലേ, നീ വിക്കനാണെന്ന് നീ പറയല്ലേ, വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയല്ലേ, അറിവില്ല കഴിവില്ല എന്ന് പറയല്ലേ, പണമില്ല എന്ന് പറയല്ലേ. ഓ സ്തോത്രം. നിന്റെ കണ്ണിൽ നിന്നൊഴുകാൻ 2 തുള്ളി കണ്ണുനീര് നിനക്കൊണ്ടോ? അത് മതി നിന്നെ ഉയരങ്ങളിലെത്തിക്കാൻ എന്റെ കർത്താവിന് കഴിയും. പത്രോസിന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ നിന്നിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം ഇത് തന്നെയാ. വചനം പറയുന്നു, അവൻ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. നിന്നിൽ അനുതാപം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് വന്നാൽ കേവലം അന്യഭാഷ പറയാൻ മാത്രമല്ലെന്ന്. പരിശുദ്ധാത്മാവിനെ കേവലം അന്യഭാഷ മാത്രമായി കാണുന്ന ഒരു കൂട്ടമുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അന്യഭാഷ മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു എന്നതിന്റെ ബാഹ്യ പ്രകടനം മാത്രമാണ് അന്യഭാഷ.
പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ ആദ്യം നടക്കുന്ന അനുതാപമാണ്. അനുതാപം ഉണ്ടോ? അനുതാപമുള്ള ഒരു മനസ്സുണ്ടോ? മറ്റുള്ളവന്റെ വേദന എന്റെയും കൂടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ മാനസാന്തരം ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുവന്റെ വേദന കാണുമ്പോൾ അവനത് അത്യാവശ്യമായിരുന്നെന്നും അവനത് ദൈവം കൊടുത്ത പണിയാണെന്നും നീ പറയുന്നുണ്ടെങ്കിൽ നിന്റെ മാനസാന്തരത്തെ നീ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? നമ്മുടെ ഇടയിൽ പൊതുവേ ഉള്ള ഒരു പരിപാടിയാ. നമുക്കെന്തേലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പറയുന്നത് കർത്താവ് എന്നെ ഒന്നുകൂടെ ഒന്ന് ശോധന ചെയ്ത് പുറത്തെടുക്കാൻ തന്നതാ. വേറൊരുത്തനുണ്ടായാൽ ഇത് കർത്താവിനോട് പണി കൊടുത്ത സ്തോത്രം. അത് നമ്മുടെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെയുണ്ട്. എനിക്ക് വരുന്നതെല്ലാം കർത്താവ് എന്നെ പണിതെടുക്കുന്നു, മറ്റൊരുത്തിന് വരുന്നതെല്ലാം കർത്താവിനോട്ട് പണി കൊടുക്കുന്നു. അതെന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ കുഞ്ഞെ, മറ്റൊരാളുടെ വേദന കാണുമ്പോൾ അവനോട് കൂടെ ഒന്ന് കരയാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു കണ്ണുനീർ വാർത്തു എന്ന ആ പദത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം, അല്ലേ? ലാസർ മരിച്ച് കല്ലറയ്ക്കകത്തിരിക്കുമ്പോൾ അവന്റെ സഹോദരിമാർ നിന്ന് പൊട്ടിക്കരയുക. ഈ ലാസറിന്റെ ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വായിച്ചു. നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകാം. ലാസറിന്റെ ചരിത്രം പഠിച്ചപ്പോൾ ലാസർ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ലാസറിന്റെ അപ്പം മരിച്ചുപോയി. ലാസറിന്റെ ചരിത്രമോ? ലാസറിന്റെ അപ്പം മരിച്ചുപോയി. നാട്ടുകാർ പറഞ്ഞു, വയറ്റിൽ ഉണ്ടായപ്പോഴേ അപ്പന്റെ തല കളഞ്ഞു. ഇനിയും ലാസർ ജനിച്ചു വീണ ഉടനെ അമ്മയും മരിച്ചു. നാട്ടുകാരെന്തു പറഞ്ഞു? ആ ചെറുക്കൻ്റെ തലവട്ടം കണ്ടപ്പോഴേ തള്ളയും പോയി. ഇനിയും ഇവനെ നാട്ടുകാർ നോക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ കുഞ്ഞു ലാസർ വളർന്നു വരുമ്പോൾ അടുത്ത വീടുകളിലൊക്കെ പോകുമല്ലോ. അവർ പറയും, ശകുനം കെട്ടവൻ, ശാപം പിടിച്ചവൻ, അപ്പൻ്റെയും അമ്മയുടെയും ജീവൻ കളഞ്ഞവൻ. ഇതല്ലേ ലോകം അവനെ വിളിച്ച പേര്. പക്ഷേ ബെഥാനിയയില് യേശു പോകുമ്പോഴൊക്കെ പാർക്കുന്ന ഒരേ ഒരു വീട് ഈ ലാസറിന്റെ വീടായിരുന്നു. ആ ദേശം മുഴുവൻ അവരെ തള്ളിക്കളഞ്ഞിട്ടും, ആ ദേശം മുഴുവൻ അവരെ മാറ്റി നിർത്തിയിട്ടും, ലോകം മുഴുവൻ ഈ കുടുംബം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടും ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച എന്റെ യേശുവാ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. ആ യേശുവിന്റെ സ്നേഹമാ ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. ലോകം മുഴുവൻ നിന്നെ കൊള്ളില്ല എന്ന് പറയുമ്പോഴും, നീ ശപിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൾ എന്ന് വിധി എഴുതുമ്പോഴും നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹനിധിയായ ഓ യേശുവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര വലിയ പാപിയാണെങ്കിലും യേശുവിന്റെ അടുത്ത് ധൈര്യത്തോടെ കയറി വരാം. എബ്രായ ലേഖനം 4 നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിക്കേണ്ടതിനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിനും ധൈര്യത്തോടെ. എങ്ങനാ? ധൈര്യത്തോടെ. എന്താ ഇത്ര ധൈര്യം? എന്താ ഈ പദം പറയാൻ കാരണം? പഴയ നിയമത്തിൽ ആലയത്തെ 3ആയി തിരിച്ചിരിക്കുക. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം കയറുമ്പോൾ പ്രാകാരം വരെ നീണ്ടുകിടക്കുന്ന ഒരു ചങ്ങല ഇയാളുടെ കാലേ കാണും. ഈ ചങ്ങലയും ധരിച്ചുകൊണ്ടാണ് അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്നത്. എന്തിനാണ് ഈ ചങ്ങല എന്നറിയാമോ? അറിഞ്ഞോ അറിയാതെ ഒരു പാപം ഈ പുരോഹിതൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ അവിടെ പിടഞ്ഞു വീണു മരിക്കും. അസാധാരണമായൊരു പിടച്ചിൽ ഈ ചങ്ങലയ്ക്കുണ്ടായാൽ പ്രാകാരത്തിൽ നിൽക്കുന്ന മനുഷ്യർ ആ ചങ്ങലയിൽ പിടിച്ചു വലിച്ച് ഒരു ചത്ത നായെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ അതിപരിശുദ്ധ സ്ഥലത്തു നിന്ന് മഹാപുരോഹിതനെ പുറത്തു കൊണ്ടുവരും. ഇതായിരുന്നു പഴയ നിയമ ആരാധന. എന്നാൽ കാലം മാറി. കാൽവറി ക്രൂശിൽ ഒരിക്കലായി ഒരു യാഗം നടന്നപ്പോൾ ദേവാലയത്തിലെ തിരശീല 2ആയി ചീന്തപ്പെട്ടു. മേൽതൊട്ടടിയോളം 2ആയി ചീന്തപ്പെട്ടു. എല്ലാവർക്കും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം സാധ്യമായി. അതുകൊണ്ടാ ചിലപ്പം ചിലരുടെയൊക്കെ മനസ്സിലൊരു ചിന്ത കാണും, ഇതെന്നാ സാധാരണ പള്ളി പോലെ പെന്തക്കോസുകാരുടെ പള്ളിക്ക് തിരശീലയും മറശീലയും ഒന്നും ഇല്ലാത്ത, ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നല്ലോ, ഇവരൊരു ചെറിയ ഹോള് കിട്ടിയാൽ അതിനകത്ത് ഇരുന്നും പാടുമല്ലോ.
അതിനകത്തിരുന്നു ആരാധിക്കുമല്ലോ. അതെന്താ അങ്ങനെ? മറ്റുള്ള പള്ളികളൊന്നും ഇങ്ങനെ അല്ലല്ലോ. ഞങ്ങൾ പുതിയ നിയമത്തിലെ സഭയാ, അതുകൊണ്ടാ. പഴയ നിയമത്തിലെ സഭകൾ അങ്ങനെ നിന്നോട്ടെ, വേറെ കുറച്ച് കാര്യം കൂടെ അവർ ചെയ്യാനുണ്ട്, പരിശോധന അടക്കം കുറെ കാര്യങ്ങളുണ്ട്. അതുകൂടെ അവർ ചെയ്തിരുന്നെങ്കിൽ ബാക്കിയെല്ലാം കൂടെ പൂർണ്ണമായേനെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് പേടിച്ച് വിറച്ച് കയറി ചെല്ലുന്ന മഹാപുരോഹിതൻ, ഇയാൾ സകല യാഗവും കഴിച്ചിട്ടാ കയറി വരുന്നേ. ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി യാഗം കഴിച്ചിട്ടാ കയറി വരുന്നേ. എന്നാലും പേടിയാ, എന്തെങ്കിലും ഒരു പാപത്തിന്റെ കറ എൻ്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഞാൻ അവിടെ വീണു മരിക്കുമെന്ന ഭയത്തിലാണ് കയറി വരുന്നത്. എന്നാൽ പുതിയ നിയമസഭയോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, കരുണ ലഭിക്കേണ്ടതിനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിനും നീ പേടിച്ചു പറച്ചല്ല, നീ ധൈര്യത്തോടെ കയറി വാ. ധൈര്യത്തോടെ കയറി വാ. നിന്റെ പാപം എത്ര വലുതായിക്കൊള്ളട്ടെ, അത് ഹിമം പോലെ വെളുപ്പിക്കാൻ ഒരുവന്റെ രക്തം ഇവിടെയുണ്ട്. കാൽവറി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെയും തന്റെ ചങ്കിൽ നിന്ന് ഊറ്റി തന്ന ഒരു അരുമനാഥൻ ഇവിടെയുണ്ട്. അവന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയും. എന്നാൽ ഇന്ന് പകൽ, ഓ സ്തോത്രം, ഒരു നിമിഷം നിന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീരൊന്ന് വീണിരുന്നെങ്കിൽ, അനുതാപത്തോടെ നീ ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ, ദാവീദ് രാജാവായിരുന്നു, ഇഷ്ടംപോലെ കാശുണ്ട്, ദൈവത്തിന് അദ്ദേഹത്തിന് എന്തു വേണേലും കൊടുക്കാം. ഒരു രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും കയ്യിലുള്ള രാജാവ്. 51-ാം അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ഇനി എന്തിലാ പ്രസാദം ഉള്ളത് എന്ന് അടുത്ത വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. ദൈവത്തിന് പ്രസാദമുള്ള യാഗം എന്താ? നിന്റെ തകർന്ന മനസ്സ്. തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ ഉന്നതനാണെങ്കിലും, തകർന്ന മനസ്സോടെ ആ കർത്താവിന്റെ അടുക്കിലേക്കൊന്ന് കയറി വന്നാൽ, അവൻ പറയാ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ പറയാം പ്രിയരെ, നിന്റെ പണമല്ല കർത്താവിന് വേണ്ടത്, നിന്റെ കഴിവല്ല കർത്താവിന് വേണ്ടത്, നിന്റെ അനുതാപമുള്ള ഹൃദയമാ വേണ്ടത്. അനുതാപത്തോടെയുള്ള മാനസാന്തരമാ എൻ്റെ കർത്താവിന് വേണ്ടത്. ദൈവം അനുഗ്രഹിച്ച അഭിഷിക്തന്മാരെ എല്ലാം നിങ്ങൾ നോക്കിക്കേ, അവരെല്ലാം കരയുന്നവരായിരുന്നു. ദാനിയേൽ കരയുന്നവനായിരുന്നു, യോസേഫ് കരയുന്നവനായിരുന്നു. തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോ അവൻ പൊട്ടിക്കരഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ സഹോദരന്മാർ തൻ്റെ മുൻപിൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമ്പോ യോസേഫ് പൊട്ടിക്കരഞ്ഞു. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിന്നവനെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളൂ. കണ്ണുനീരോടെ നിൽക്കുന്നവനെ അനുഗ്രഹിക്കപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരെ, ഈ ദാവീദ് ഒരിക്കലൊരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ മനുഷ്യൻ കണ്ണുനീരോടെ ദൈവത്തോടൊന്ന് അപേക്ഷിച്ചു, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. 1 ശമൂവേൽ 30:4 നമ്മൾ വായിക്കുന്നു, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. അവരെവിടെ പോയിട്ട് വരിക? യുദ്ധത്തിന് പോയിട്ട് വരിക. ഒരു യുദ്ധം വിജയിച്ചു വരിക. യുദ്ധം വിജയിച്ചു വന്ന് അടുത്ത യുദ്ധത്തിന് പോകുന്നതിൻ്റെ ഇടയിൽ നടന്ന സംഭവമായത്. ഒരു യുദ്ധം കഴിഞ്ഞു, അടുത്ത യുദ്ധത്തിന് പോകുന്നതിന് തൊട്ടു മുൻപ് നടന്ന ഒരു കാര്യമാ ഇവിടെ എഴുതിയിരിക്കുന്ന 1 ശമൂവേൽ 30:4. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. കരയാൻ ബലമില്ലാതാകുവോളം ഉറക്കെ അവർ കരഞ്ഞു.
അതുകൊണ്ട് എന്താ സംഭവിച്ചു? അടുത്ത യുദ്ധത്തിൽ അവൻ വിജയം പ്രാപിപ്പാനിടയായി തീർന്നു. ഒരു യുദ്ധം ജയിച്ചതിന്റെ സന്തോഷത്തിൽ ദൈവത്തെ മറന്നുപോയില്ല ദാവീദ്. അടുത്ത യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ ഇരുന്ന് ദാവീദും തന്നോടൊപ്പം ഉള്ളവരും ഒരുമിച്ച് അവർ കരഞ്ഞു. എങ്ങനെ കരഞ്ഞു? കരയാൻ ബലമില്ലാതാകുവോളം. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ ബലമില്ലാതാകുവോളം ഇരുന്ന് കരഞ്ഞാൽ യുദ്ധം ചെയ്യാനുള്ള ബലം ദൈവം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. നീ ദൈവസന്നിധി കരഞ്ഞാൽ മനുഷ്യന്റെ മുമ്പിൽ കരയേണ്ട വരത്തില്ല. എന്താ മനുഷ്യന്റെ മുമ്പിൽ പോയി നിന്ന് കരയേണ്ടതായിട്ട് വരുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ മുൻപിൽ നീ കരയാത്തതുകൊണ്ടാ. കുഞ്ഞെ, നീ കരയുവാണെങ്കിൽ ദൈവത്തിന് മുമ്പിലേ കരയാവുള്ളൂ, മനുഷ്യരുടെ മുമ്പിൽ കരയരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് വരെ മനുഷ്യന് മുമ്പിൽ കരഞ്ഞിട്ടില്ല. അതുകൊണ്ട് കരഞ്ഞിട്ടില്ലെന്നല്ല എൻ്റെ അർത്ഥം, കരഞ്ഞിട്ടുണ്ട്. ദൈവസന്നിധിയിലേ കരയുള്ളൂ. ദൈവസന്നിധിയിൽ നീ കരഞ്ഞാൽ മനുഷ്യന്റെ മുമ്പിൽ നീ കരയേണ്ടതായിട്ട് വരത്തില്ല. ഇവിടെ നോക്ക്, ദാവീദ് ഒരു യുദ്ധം കഴിഞ്ഞു വന്ന ദാവീദിന് അവിടെ സന്തോഷിക്കാമായിരുന്നു, അവിടെ നൃത്തം ചെയ്യാമായിരുന്നു. തൻ്റെ രാജ്യത്തെ ആളുകളെ എല്ലാം കൂടെ കൂട്ടി അവരുടെ ജയത്തെക്കുറിച്ച് വേണമെങ്കിൽ വർണ്ണിക്കാമായിരുന്നു. പക്ഷെ ദാവീദ് അതൊന്നും അല്ല ചെയ്തത്. ദാവീദും തൻ്റെ കൂട്ടരും കൂടെ കരയാൻ ബലമില്ലാതാകുവോളം അവർ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. അവർ ഉറക്കെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അടുത്ത യുദ്ധത്തിൽ അവർക്ക് വിജയം ദൈവം നൽകുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച അഭിഷിക്തന്മാരെല്ലാം കരയുന്നവരായിരുന്നു. രണ്ടാമത്തെ പോയിന്റിലേക്ക് വേഗത്തിൽ നമ്മൾ വരികയാ. പ്രാർത്ഥന കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. പ്രാർത്ഥിക്കുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നെ നേരമില്ല, പിന്നെ ആ കണ്ണുനീര് അല്ലേ? പലരുടെയും പ്രാർത്ഥന വൈകുന്നേരം പകല് മുഴുവൻ സകല പരിപാടിയും കാണിച്ചിട്ട് രാത്രി വന്ന് കട്ടിലോട്ടിരുന്നിട്ട് ഒറ്റ പ്രാർത്ഥനയാണ്. ദൈവമേ, നീ എല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല ഒരു ദൈവത്തിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. അവനെപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 23:28. യേശു തിരിഞ്ഞവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശുവിന്റെ മരണത്തിന്റെ തൊട്ടു മുൻപ് യേശു ലോകത്തിന് കൊടുത്ത സന്ദേശമായത്. യേശു മരിക്കാൻ പോവുക. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ലോകത്തിന് കൊടുത്ത സന്ദേശമാ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. യേശു തിരിഞ്ഞവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലോകത്തിന് യേശു കൊടുത്ത ഉപദേശമാ. എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയണം. മക്കളെ ചൊല്ലിക്കരയണം, മക്കളുടെ മക്കളെ ചൊല്ലിക്കരയണം. തലമുറകൾ മാറി മാറി നിങ്ങൾ കരയണം. എന്തിനാ? ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. എന്തിനാ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഇയ്യോബിനെ കുറിച്ച് നമുക്കറിയാം. ഇയ്യോബ് തൻ്റെ മക്കൾ പാപം ചെയ്തു പോയി കാണുമോ എന്ന് വെച്ച് അവർക്ക് വേണ്ടി യാഗം കഴിക്കുമായിരുന്നു. പക്ഷെ ഇയ്യോബിന്റെ മക്കൾ പാപം ചെയ്യുന്നവരല്ലായിരുന്നു. പക്ഷെ ഇയ്യോബിന് ഭയമാ. എൻ്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്തു പോയി കാണുമോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റി കാണുമോ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി യാഗം കഴിക്കുന്നവനായിരുന്നു ഇയ്യോബ്. ഞാൻ ചോദിക്കട്ടെ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയാറുണ്ടോ? അവർക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കും. ഞങ്ങൾ പാസ്റ്റർമാർക്കറിയാം, ഇത് എവിടെയേലും പോയി എന്തേലും കുഴച്ചിലിനകത്ത് ചാടിക്കഴിയുമ്പം വരും, പ്രാർത്ഥിക്കണമല്ലോ. കൊച്ചിപ്പോൾ ഒരാഴ്ചയായിട്ട് വരുന്നില്ല, എവിടാന്ന് പോലും അറിയത്തില്ല. ഈ ഒരാഴ്ച മുമ്പ് എവിടെ ആയിരുന്നു? അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു, ജോലിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ദൈവത്തിന്റെയും പാസ്റ്ററുടെയും ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ. ഇതിപ്പോ എല്ലാം കുഴച്ചിലിനകത്ത് പോയി പെട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ പാസ്റ്റർമാരുടെ പണിയാ ഇതുങ്ങളെ വലിച്ചു കയറ്റിക്കൊണ്ട് വരണമെന്ന്. എൻ്റെ കുഞ്ഞെ, ആ തലമുറയ്ക്ക് വേണ്ടി നീ ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ
നീ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നീ അവരെ ദൈവ വഴിക്ക് നയിച്ചിരുന്നെങ്കിൽ, നീ അവരെ ചർച്ചിലൊന്ന് കൂട്ടിക്കൊണ്ടു വന്നിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ കുഞ്ഞിങ്ങനെ വഴിതെറ്റി പോകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് നിന്നിട്ട് അയ്യോ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു കർത്താവ് തന്റെ മരണത്തിന് തൊട്ട് മുൻപ് ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശമാ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി, അവരുടെ മക്കളെ ചൊല്ലി, അവരുടെ മക്കളെ ചൊല്ലി നിങ്ങൾ കരയ. ഹല്ലേലൂയ. കരയാനൊരാഹ്വാനം കൊടുത്തിട്ട് യേശു കാൽവറി ക്രൂശിലേക്ക് കയറിപ്പോയത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കരഞ്ഞവനൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്, കരഞ്ഞവനൊക്കെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, കരഞ്ഞവനൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, കരയാത്തവനൊക്കെ ഇന്നും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. കരഞ്ഞവരെ രക്ഷപ്പെടൂ. ഹല്ലേലൂയ. 4-ാം നൂറ്റാണ്ടിൽ അംബ്രോസ് എന്ന് പറയുന്ന ഒരു അഭിഷിക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ മോണിക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീ കടന്നു വന്നിട്ട് കണ്ണുനീരോടെ അംബ്രോസിനോട് പറയും, എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ വഴിതെറ്റി നടക്കുക, 33 വയസ്സ് പ്രായമുണ്ട്, അവൻ വഴിതെറ്റി നടക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അംബ്രോസ് പറഞ്ഞൊരു മറുപടിയുണ്ട്, സ്തോത്രം, നിന്റെ മകൻ ഇപ്പോൾ എല്ലാ ദുർനടപ്പിന്റെയും അവസ്ഥയിലൂടെയാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ അവൻ ഇന്ന് ദൂർത്തടിച്ചു കൊണ്ടിരിക്കുക. അവൻ ചെയ്യാത്ത മോശം പ്രവൃത്തികളൊന്നുമില്ല, സകലതും ചെയ്തു. പക്ഷേ നിന്റെ കണ്ണുനീരിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. നിന്റെ കണ്ണുനീര് ദൈവം കാണാതെ ഇരിക്കില്ല. നിന്റെ കണ്ണുനീരിന് ദൈവം മറുപടി തരാതിരിക്കത്തില്ല. ഹല്ലേലൂയ. നീ പൊയ്ക്കൊള്ളുക, നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നശിച്ചു പോകുക അസാധ്യമാണ്. ഈ വാക്ക് മോണിക്കയോട് അംബ്രോസ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞു. സംഭവിച്ചത് നിങ്ങൾ കേൾക്കണോ? 33-ാമത്തെ വയസ്സിൽ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് നിരാശ ബാധിച്ചു. എന്ത് ചെയ്തിട്ടും സമാധാനം കിട്ടുന്നില്ല. നിരാശയാ. ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോ അദ്ദേഹം മദ്യപിച്ചു നോക്കി, സിനിമ കണ്ടു നോക്കി, മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് നോക്കി. പക്ഷെ ആ നിരാശയുടെ പടുകുഴിയിലേക്ക് താൻ പൊക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവൻ പറഞ്ഞു, അവന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, നീ എന്തേലും ഒന്ന് വായിക്കാൻ എനിക്ക് താ, ഞാനതൊന്ന് വായിക്കട്ടെ, എനിക്ക് മനസമാധാനം കിട്ടാനായിട്ട് എന്തെങ്കിലും ഒന്ന് താ. അവൻ പെട്ടെന്ന് അവിടെ കിടന്ന ചില താളുകൾ, വേദപുസ്തകത്തിന്റെ ചില താളുകൾ അവന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അത് റോമാലേഖനത്തിലെ ചില ഭാഗങ്ങളായിരുന്നു. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളായിരുന്നു. സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ആ മനുഷ്യനോട്, അഗസ്റ്റിനോട് ദൈവാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുക. നിന്റെ രക്ഷ അടുത്തിരിക്കുന്നു, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മതി. സ്തോത്രം. ഈ വേദഭാഗം വായിച്ചു കഴിഞ്ഞപ്പോ അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു. ഇതാരാന്നറിയ? അഗസ്റ്റിൻ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുന്ന സെന്റ് അഗസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അമ്മ മോണിക്കയുടെ കണ്ണുനീരാണ് സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധ മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ നിറവും പ്രാപിച്ചിരുന്നു. അദ്ദേഹത്തെയാണ് ഇന്ന് സെന്റ് അഗസ്റ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഉരുവാക്കിയത്, അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയുടെ കണ്ണുനീരായിരുന്നു. ഇന്ന് പകൽ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാവേ, തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന മാതാവേ, നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നശിച്ചു പോകുകയില്ല. നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ വഴിതെറ്റി പോവുകയില്ല. നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പിന്നാലെ പോവുകയില്ല. നിന്റെ കണ്ണുനീരിനൊരു മറുപടിയുണ്ട്.
തലമുറയ്ക്ക് വേണ്ടി കരയുന്ന പിതാവേ, നിന്റെ കണ്ണുനീര് വെറുതെയാകില്ല കേട്ടോ. ആ കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നശിച്ചു പോവുകയില്ല. ഓ ശമനഘടക സന്തൽധരാദിയാനഗസ്യ. ഇന്ന് പകൽ എനിക്കൊരു കാര്യം വ്യക്തമായിട്ടറിയാം. ഇതിന്റെ നടുവിൽ ചില മാതാപിതാക്കൾ, തലമുറകളെ ഓർത്ത് കരയുന്ന ചില മാതാപിതാക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് പറയുക. നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നശിച്ചു പോകത്തില്ല. കണ്ണുനീരിന്റെ പുത്രൻ നശിച്ചു പോകത്തില്ല. നിന്റെ കണ്ണുനീരിന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. നിന്റെ കണ്ണിൽ നിന്ന് നിന്റെ തലമുറയ്ക്ക് വേണ്ടി 2 തുള്ളി കണ്ണുനീരൊഴുകട്ടെ. അത് ആ തലമുറയെ അനുഗ്രഹത്തിലേക്ക് നയിക്കും, മടക്കി വരവിലേക്ക് നയിക്കും, മാനസാന്തരത്തിലേക്ക് നയിക്കും. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന പ്രവാചകനാ യിരെമ്യാവ്. യിരെമ്യാ പ്രവചനം 3:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആ മനുഷ്യൻ പറയുകയാ. ഒന്ന് വായിച്ചാട്ടാ വാക്യം. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓ നോക്കൂ, പ്രവാചകൻ പറയുകയാ, എന്റെ കണ്ണുകള് കണ്ണുനീരുറവയുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ പ്രിയരെ, ദൈവസന്നിധിയിൽ നിനക്ക് കരയാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറയണം, കർത്താവേ എനിക്കൊന്ന് കരയണം. ഹല്ലേലൂയ, എനിക്കൊന്ന് കരയണം. ദൈവസന്നിധിയിൽ ഒന്ന് കരയണം. ഈ കണ്ണുനീരിന് വിലയില്ലാതെ പോകത്തില്ല കുഞ്ഞെ. ഈ കണ്ണുനീരിനൊരു വിലയുണ്ട്, ഒരു മറുപടിയുണ്ട്. സ്തോത്രം. ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ക്രൂരയായ ഒരു രാജ്ഞിയുണ്ട്, മേരി എന്ന അവരുടെ പേര്. വളരെ ക്രൂരയായ ഒരു രാജ്ഞിയായിരുന്നു, ഭയങ്കര അഹങ്കാരിയായിരുന്നു. ആരുടെയും മുൻപിൽ തല താഴ്ത്താത്ത അഹങ്കാരിയായ മേരി രാജ്ഞി ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്: എനിക്ക് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ ഭയമുണ്ടെങ്കിൽ അത് സ്കോട്ട്ലൻഡുകാരനായ ഒരു ജോൺ നോസ്കാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവനാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ജോൺ നോസ്കിനെ എനിക്ക് ഭയമാ. വേറെ ആരെയും എനിക്ക് പേടിയില്ല. ഇവിടുത്തെ വലിയ വലിയ വൻപന്മാരെ എനിക്ക് പേടിയില്ല. മറ്റ് രാജ്യങ്ങളെ എനിക്ക് പേടിയില്ല. അവരുടെ ആയുധശേഖരം എനിക്ക് പേടിയില്ല. പക്ഷെ കണ്ണുനീരോടെ കരയുന്ന ഒരു ജോൺ നോസ് കൊണ്ട് അവനെ എനിക്ക് ഭയങ്കര ഭയമാ. എന്താ കാര്യം? കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയുടെ മറുപടി അറിയാവുന്നയാളാ മേരി എന്ന രാജ്ഞി. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, നീ കണ്ണുനീരോടെ നിന്റെ വീടിന്റെ റൂമിനകത്തിരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കെതിരെ എഴുതപ്പെട്ട സ്തോത്രം ചില നിയമങ്ങളും രേഖകളും യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകുമെന്ന് ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. ഇന്ന് പകൽ ചില ഹൃദയങ്ങളെ കണ്ടുകൊണ്ട് ദൈവാത്മാവ് ദൂത് പറയുക, നിനക്ക് വിരോധമായി എഴുതി വെച്ചിരിക്കുന്ന ചില രേഖകൾ നിന്റെ കണ്ണുനീരിനെ മറികടന്ന് പോകുന്നവനല്ല സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ആ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ മുൻപോട്ട് പോകാം. 3-ാമത്തെ കാര്യത്തിലേക്ക് വരാം. സുവിശേഷ വേല കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. കണ്ണുനീരില്ലാത്ത സുവിശേഷ വേല സുവിശേഷ വേലയല്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 18-19 വേദഭാഗം. 20-18-19. ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെയിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. മതി. സ്തോത്രം. അവിടെ നമ്മൾ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത്: വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ. അപ്പോസ്തലനായ പൗലോസ് കണ്ണുനീരുള്ള മനുഷ്യനായിരുന്നില്ല. അവൻ ആരായിരുന്നു? അവൻ ശൗലായിരുന്നു. ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ കർത്താവ് അവനെ സ്പർശിച്ചപ്പോൾ, കർത്താവിന്റെ സാന്നിധ്യം അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ, കർത്താവിന്റെ സന്ദർശനം അവനുണ്ടായപ്പോൾ
കല്ലായുള്ള അവന്റെ ഹൃദയം മാംസളമായ ഹൃദയമായി മാറി. അതുകൊണ്ട് തന്റെ സുവിശേഷ വേലയിൽ അവൻ പറയുകയാ, ഞാൻ കണ്ണുനീരോടെ, ഹല്ലേലൂയ, ഞാൻ രാവും പകലും കണ്ണുനീരോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് പല സ്ഥലങ്ങളിലും പല പദങ്ങളിലൂടെ തന്റെ കണ്ണുനീരിനെ കുറിച്ച് താൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ബലഹീനതയുടെ നടുവിലും കണ്ണുനീരിന് ശക്തിയുണ്ടെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ബലഹീനതയിൽ എന്നെ തികച്ചു നിർത്തുന്നത് എൻ്റെ കണ്ണുനീരിൻ്റെ പവറാണ്. അവൻ്റെ ശക്തി എൻ്റെ മേൽ ആവഹിക്കും, അവൻ്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടും. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെ പ്രശംസിക്കും. ഹല്ലേലൂയ. കണ്ണുനീര് ബലഹീനതയല്ല, കണ്ണുനീര് നിന്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതാണ്. കണ്ണുനീര് നിന്റെ ബലഹീനതയായി നീ കാണണ്ട കുഞ്ഞെ. കണ്ണുനീര് നിന്നെ ഉയർച്ചയിലേക്ക് നയിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരൊഴുക്കി ഞാൻ ബലഹീനനായിരിക്കും, പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങും. അവിടെ ഞാൻ ബലത്തോടെ നടക്കും, അവിടെ ഞാൻ ബലത്തോടെ നിൽക്കും. എത്ര വലിയ ഭീഷണികൾ ഉണ്ടായാലും, എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഹല്ലേലൂയ, ഞാൻ വീണു പോകത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. നോക്കണേ, ഒരിക്കൽ അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഒരു ഷോൾ എടുത്ത് കയ്യിൽ കെട്ടിയിട്ട് പൗലോസിന് മുൻപാകെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ തേണ്ട ഇങ്ങനെ ബന്ധിക്കും, നിന്നെ ഇങ്ങനെ ബന്ധിക്കും. പൗലോസ് ആ പ്രവാചകനെ മൊത്തത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, അത് ശരി, ഞാനിവിടെ ചാകാൻ തയ്യാറായിട്ട് നിൽക്കുക. അന്നേരം ഇയാൾ കെട്ടുന്ന കാര്യം വരെ പറയുന്നുള്ളൂ. എടോ, ചാകുന്ന ദൂത് വല്ലതും ഉണ്ടേ പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവനോട് പറയുക, നിന്നെ തേണ്ട ഇങ്ങനെ ബന്ധിക്കുമെന്ന്. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങി നിൽക്കുക, അവന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറായി നിൽക്കുക. അന്നേരമാണ് നീ ബന്ധിക്കപ്പെടുന്ന കാര്യം പറയുന്നേ. ഇതെന്നെ ബാധിക്കത്തില്ല. കാരണം എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ വാൾ എനിക്ക് വേണ്ടി ഒരുങ്ങിയാലും, എത്ര വലിയ നിയമങ്ങൾ എനിക്കെതിരായാലും, അതിന്റെ നടുവിൽ ബലത്തോടെ ഞാൻ നിൽക്കും. കാരണം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ബലഹീനനാണെങ്കിലും ആ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ബലമുള്ളവനാണ്. അവിടെ ഞാൻ ശക്തനായി മാറുകയാണ്. ഓ ശമനഘടകസിയാരകംധന. വചനം പറയുക, നീ കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ടുപോകുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. വിതയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാ കണ്ണുനീര്. വിതയ്ക്കുമ്പോൾ എന്ത് വേണം? കണ്ണുനീര് വേണം. അടുത്തിരിക്കാണ്ട് കയ്യെ പിടിച്ചൊന്ന് കുലുക്കിയിട്ട് പറ, വിതയ്ക്കുമ്പോൾ കണ്ണുനീര് വേണമെന്ന് പറ. വിതയ്ക്കുമ്പോൾ എന്നാ വേണം? കണ്ണുനീരോടെ വിതയ്ക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? നമ്മളൊക്കെ കണ്ണുനീരോടെയാണോ വിതയ്ക്കുന്നത്? 50 ലക്ഷം ബാങ്കിൽ കിടക്കുമ്പം 10 രൂപ കൊണ്ട് സ്തോത്രകാഴ്ച പാത്രത്തിൽ ഇടാൻ ആർക്കാ കണ്ണുനീര് വരുന്നേ? വരത്തില്ല. പക്ഷെ ഒരിക്കലും ഒരു വിധവ കാണിച്ചു തന്നു. 2 കാശേ ഉള്ളു കയ്യിൽ ആകെ. തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയും വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ളതും എല്ലാം ഈ 2 രൂപയാ. കണ്ണുനീരോടെ വിതച്ചു, കണ്ണുനീരോടെ വിതച്ചു, കണ്ണുനീരോടെ വിതച്ചു. യേശു പറഞ്ഞു, ഇന്നിവിടെ ഇട്ടതിൽ ഏറ്റവും വലുതിട്ട് ദൈവള. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, മണ്ടത്തരം പറയരുത്. തോമാച്ചായം കൊണ്ടിടുന്ന 50,000 ചെക്ക് ഞാൻ കണ്ടതാ. കർത്താവ് പറഞ്ഞടാ, 50 ലക്ഷം അയാളുടെ ബാങ്കിൽ കിടപ്പുണ്ട്. അയാളുടെ വിത കണ്ണുനീരോടെയല്ല, പക്ഷെ കണ്ണുനീരോടെ വിതച്ചതാ ഇവള് കണ്ണുനീരോടെയാ വിതച്ചത്. ഞാൻ പറയാം, ദൈവദാസനെ, നീ കണ്ണുനീരോടെ വിതയ്ക്കണം, കണ്ണുനീരോടെ വിതയ്ക്കണം. ആത്മാക്കളെ നേടാൻ നീ കണ്ണുനീരോടെ പോണം. നിന്റെ കണ്ണുനീരൊന്നും വെറുതെയാകത്തില്ല. ഞാൻ എല്ലാ സ്റ്റേജുകളിലും നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. ഏതൊക്കെയോ ദൈവദാസന്മാർ വർഷങ്ങൾ മുൻപ് മുതലേ അവർ അധ്വാനിച്ചതിൻ്റെയും അവർ കണ്ണുനീരൊഴുക്കിയതിൻ്റെയും അവർ കഷ്ടപ്പെട്ടതിൻ്റെയും നിറകിൽ കയറി നിന്നിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതല്ല. ഇത് അനേക ദൈവദാസന്മാരുടെ കണ്ണുനീരിൽ അവർ വിതച്ചു. അവർ വിതച്ചത് ഒരുപക്ഷെ ഇന്ന് നമ്മൾ കൊയ്യുന്നു. ഇന്ന് നമ്മൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നത് നാളെ ഒരുപക്ഷെ അടുത്ത തലമുറയായിരിക്കും കൊയ്യുന്നത്. ദൈവദാസനെ, ഇന്ന് നീ കണ്ണുനീരോടെ വിതയ്ക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. സ്തോത്രം. പലർക്കും അറിയാത്ത ഒരു സത്യമുണ്ട്. നമുക്കറിയാവുന്ന പാസ്റ്റർമാര് കോട്ടും സൂട്ടും ഇട്ട് സ്റ്റേജിൽ കയറി നിന്ന് തകർത്ത് പ്രസംഗിക്കുന്നതും കയ്യടി മേടിക്കുന്നതും കൈമടക്ക് മേടിക്കുന്നതും ഫ്ലെക്സ് ബോർഡുകളിൽ ഫോട്ടോ വരുന്നതും ഇതൊക്കെ ജനത്തിന് അറിയത്തുള്ളൂ. പക്ഷെ അവൻ ഇവിടെ വരെ എത്താൻ അവൻ ഒഴുക്കിയ കണ്ണുനീര് ഇത് പലരും അറിയുന്നില്ല. അവർക്കിപ്പോഴും എവിടെയാ പ്രശ്നം? അയാളിട്ട കളർ, ഷർട്ടിന്റെ കളർ എന്താ? അയാളുടെ മീശയുടെ നീളം എത്രയാ? ഓ സ്തോത്രം. അയാള് സ്തോത്രം സ്റ്റൈൽ എന്താണ്? മുടിയുടെ സ്റ്റൈൽ എന്താ? ഇതൊക്കെയാ ജനത്തിന് അറിയണ്ടേ. പക്ഷെ ഇയാൾ ഒഴുക്കിയ കണ്ണുനീരുണ്ട്. ആ കണ്ണുനീരിന്റെ മറുപടിയാണ് ഇന്ന് അയാളെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു സുപ്രഭാതം കൊണ്ട് പാൻറ് ഉടുപ്പ് ഇട്ടുകൊണ്ട് കയറി വന്ന സ്റ്റേജിൽ നിന്നതല്ല, കണ്ണുനീരോടെ വിതച്ചതിന്റെ ഫലമാണ് ഓ സ്തോത്രം ആർപ്പോടെ കൊയ്യുന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, കണ്ണുനീരിന് മറുപടിയുണ്ട്, കണ്ണുനീരിന് വിലയുണ്ട്. ഹല്ലേലൂയ. അന്തരീക്ഷത്തില് ഈർപ്പം ഉള്ളപ്പം മാത്രം കാണുന്ന ഒരു പ്രതിഭാസമുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? അന്തരീക്ഷത്തിൽ ഈർപ്പം നിൽക്കുമ്പോൾ കാണുന്ന ഒരു പ്രതിഭാസം എന്തുവാ? അറിയത്തില്ല. നമ്മുടെ നാട്ടിലില്ലല്ലേ അത്? ഉണ്ടെന്ന്. മഴവില്ല് കണ്ടിട്ടുണ്ടോ? മഴവില്ല്. അന്തരീക്ഷത്തിൽ ഈർപ്പം ഉള്ളപ്പോഴേ ഇത് വരുള്ളൂ. ഈർപ്പം ഇല്ലാത്തപ്പോൾ ഇത് വരത്തില്ല. സ്തോത്രം. ഈ ഈർപ്പം കൊണ്ടുവരുന്ന സാധനമാണ് ഈ മഴവില്ല്. മഴവില്ലും വേദപുസ്തകമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അതറിയാവോ? അതറിയാം അല്ലേ? വാഗ്ദത്തങ്ങളുടെ ഒരു സിമ്പലാണ്. വാഗ്ദത്തത്തിന്റെ ഒരു സിമ്പലാണ്. വാഗ്ദത്ത നിവർത്തിയുടെ സിമ്പലാണ് മഴവില്ല്. ഇന്ന് പകരം മനസ്സിലാകുന്ന ഒരു ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ളപ്പോ മഴവില്ല് വരുന്നത് പോലെ നിന്റെ കണ്ണിന് നനവുള്ളപ്പോൾ നിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തി വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാ. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയിറങ്ങുമ്പോൾ നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ നടന്നുകൊണ്ടിരിക്കുകയാ. വാഗ്ദത്ത നിവർത്തിയിലേക്ക് നീ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയുക. കണ്ണുകളിൽ നനവുണ്ടെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. നാലാമത്തെ കാര്യം, ആരാധന കണ്ണുനീരോടെ ആയിരിക്കണം. ആരാധനയെ കണ്ണുനീര് വേണോ? വേണം. ആരാധനയെ കണ്ണുനീര് വേണം. പുതിയ നിയമത്തിലെ ഏറ്റവും നല്ലൊരു ആരാധന, ഞാൻ കണ്ട പുതിയ നിയമത്തിലെ ഏറ്റവും നല്ലൊരു ആരാധന ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 20:15. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ചോദിച്ചയാള് യേശുവാ, ചോദ്യം കേട്ടയാള് മറിയ. യേശു ചോദിച്ചു, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? പശ്ചാത്തലം നമുക്കറിയാം. യേശു ഉയർത്തെഴുന്നേറ്റ പ്രഭാതത്തിൽ കല്ലറയുടെ അടുക്കൽ നിൽക്കുന്ന മറിയ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് പോയതാ കല്ലറയിലേക്ക്. യേശുവിനെ കാണാൻ വേണ്ടി പോയതാ കല്ലറയിലേക്ക്. യേശുവിൻ്റെ ശരീരം കേടുകൂടാതിരിക്കാൻ സുഗന്ധതൈലം പൂശാൻ വേണ്ടി പോയതാ കല്ലറയിലേക്ക്. എന്നാൽ അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കല്ലറയുടെ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. അകത്ത് കടന്ന് നോക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തെ കാണുന്നില്ല. അവൾക്കാകെ സങ്കടമായി, ആകെ വിഷമമായി. അവൾ കരയാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദം, സ്ത്രീയെ നീ കരയുന്നതെന്ത്? നീ കരയുന്നതെന്ത്? അവൾ വിചാരിച്ചത് തോട്ടക്കാരനാണ് എന്ന്. സ്തോത്രം. അവൾ ചോദിച്ചു, ഓ എൻ്റെ ഗുരുവിനെ, എൻ്റെ യേശുവിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി? നിങ്ങൾ എവിടെ കൊണ്ടുവച്ചു? സ്തോത്രം. അവളങ്ങ് ആകപ്പാടെ അലമുറയിട്ട് കരയുകയാ. എൻ്റെ യേശുവിനെ കാണാൻ വന്നാ ഞങ്ങളുടെ യേശുവിനെ എവിടെ കൊണ്ട് വെച്ചെന്നൊന്ന് പറ, ഞങ്ങളൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, അവളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദമല്ലാതെ ആളെ കാണാൻ അവൾക്ക് കഴിയുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാ. ഓ സ്തോത്രം. അവ്യക്തമായ കാഴ്ച. അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് യേശു അവളെ വിളിച്ചു, മറിയേ. പ്രൈസ് ദി ലോർഡ്. ആ ഒരൊറ്റ വിളി കേട്ടപ്പോ ഇവളുടെ അകത്തുനിന്നൊരു വാക്ക് വന്നു. എന്താ വന്നതെന്നറിയാമോ? റബൂനി, ഗുരുവേ. ഇതെവിടുന്നാ വന്നതെന്നറിയോ? ഇത് യേശുവാണെന്ന് തിരിച്ചറിയുകയും അവളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു പദമാ റബൂനി, ഗുരുവേ. പുതിയ നിയമത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ആരാധനയാണ്.
യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും. കീബോർഡിന്റെ ശബ്ദത്തിലല്ല, കീബോർഡിന്റെ താളത്തിലല്ല. അതൊക്കെ ആരാധനയെ കോർഡിനേറ്റ് ചെയ്യാൻ മാത്രമാ. എന്നാൽ ആത്മാവ് പുറത്തു വരേണ്ടത് നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന്, പാട്ടിന്റെ ട്യൂണിലല്ല, കീബോർഡിന്റെ ശബ്ദത്തിലുമല്ല, ട്രമ്മടിയുടെ ശബ്ദത്തിലുമല്ല, പാസ്റ്റർമാരുടെ ശബ്ദത്തിലുമല്ല. ഇത് ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരണം. ഒരൊറ്റ വാക്കേ അവളുടെ ഹൃദയത്തിൽ നിന്ന് വന്നുള്ളൂ. റബൂനി, ഒറ്റ വാക്കേ ഉള്ളൂ. നല്ലൊരു ആരാധന. ഹല്ലേലൂയ. നമ്മൾ 1000 വാക്ക് വാഗൊണ്ട് പറയുന്നതിനേക്കാൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരൊറ്റ വാക്കിനാണ് വാല്യൂ. പ്രൈസ് ദി ലോർഡ്. യേശു അവളോട് ചോദിച്ചു, നീ കരയുന്ന എന്തിനാ? അവൾക്ക് മനസ്സിലായില്ലേ ഇത് യേശുവാണെന്ന്. പെട്ടെന്ന് മറിയേ എന്ന് വിളിച്ചപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ആ ഹൃദയത്തിൽ യേശുവിനോടുണ്ടായിരുന്ന ആ സ്നേഹത്തിന്റെ പീക്ക് പോയിന്റിലേക്ക് എത്തി. കാരണം യേശുവാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്നൊരു അറിവുണ്ടായപ്പോൾ ആ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് അവൾ വിളിച്ച ഒരൊറ്റ പേരാ റബ്ബൂനി, ഗുരുവേ. ഏറ്റവും നല്ലൊരു ആരാധന. ആ ആരാധനയ്ക്ക് മുൻപ് അവൾക്കൊരു കണ്ണുനീരുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ചോദിച്ചത്, നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ കരയുന്നേ? കണ്ണുനീരോടെ നീ ഒന്ന് ചെന്നേ. നീ ചിന്തിക്കുന്നതായിരിക്കത്തില്ല നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നേ. മറിയ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നടക്കുമ്പോഴും എല്ലാം അവളുടെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, മരിച്ചു കിടക്കുന്ന യേശുവിൻ്റെ ബോഡി ഒന്ന് കാണാം. ഇതാണ് അവളുടെ ഉള്ളിലെ ചിന്ത. പക്ഷേ കണ്ണുനീരോടെ അവൾ നിൽക്കുമ്പോൾ അവൾ കണ്ടത് മരിച്ചു കിടക്കുന്ന യേശുവിനെ അല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാ. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യമായി കണ്ടയാളും മറിയ തന്നെയാ. എന്താ കാര്യം? കണ്ണുനീരോടെ അവൾ കടന്നു വന്നു. അവൾ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഇന്ന് പകൽ ഒന്ന് ഞാൻ വിളിച്ചു പറയാം, ഇന്ന് പകൽ നീ കണ്ണുനീരോടെയാണോ ഇവിടെ കടന്നു വന്നേ? ഹൃദയ തകർച്ചയോടെയാണോ കടന്നു വന്നത്? ഹൃദയ വേദനയോടെയാണോ കടന്നു വന്നത്? നീ മടങ്ങിപ്പോകുമ്പോ നീ പ്രതീക്ഷിച്ചതിനേക്കാൾ, നീ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായൊരു വിടുതൽ കണ്ടട്ടെ. ഇന്ന് പകൽ നീ ഇവിടുന്ന് മടങ്ങിപ്പോകൂ. നയീനിലെ വിധവയുടെ മകൻ മരിച്ചുപോയി. നോക്കണേ, ആദ്യം ഭർത്താവ് മരിച്ചു, ഇപ്പൊ ദാണ്ടെ മകനും മരിച്ചു. ആരുമില്ല, ഏകയായിപ്പോയി, അനാഥയായിപ്പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തെരുവിലൂടെ ശവമഞ്ചവുമായിട്ട് സ്തോത്രം നടന്നു പോകുമ്പോ യേശു വന്നു, മഞ്ചത്തിൽ തൊട്ടു. ശവത്തെ തൊടുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പ്രകാരം ഏറ്റവും വലിയ അശുദ്ധിയാണ്. അവൻ പിന്നെ അശുദ്ധനാ, അവനെ പിന്നെ ആ പരിസരത്ത് നിർത്താൻ കൊള്ളത്തില്ല, കല്ലെറിഞ്ഞ് പുറത്തു കൊണ്ടുപോക്കോണം. ഇതാ ന്യായപ്രമാണം പറയുന്നത്. അശുദ്ധിയിൽ വന്ന് യേശു തൊട്ടപ്പോ അശുദ്ധി വിശുദ്ധിയായി മാറി. അവന്റെ കണ്ണ് തുറന്നു, അവൻ എഴുന്നേറ്റു, അവൻ ജീവനുള്ളവനായി മാറി. ഇന്ന് പകൽ ഞാൻ പറയാം, ശവത്തോളം അശുദ്ധമായതൊന്നും ഇന്ന് പകൽ ഇതിനകത്തില്ല. ശവത്തോളം അശുദ്ധമായതൊന്നും ഇതിനകത്ത് ഇന്ന് വന്നിട്ടില്ല. എന്നാൽ നിന്റെ അകത്തുള്ള അശുദ്ധിയെ എൻ്റെ യേശു ഒന്ന് തൊട്ടാൽ, യേശു ഒന്ന് സ്പർശിച്ചാൽ, ജീവൻ നഷ്ടമായതിലേക്ക് നിത്യജീവൻ വ്യാപരിച്ചപ്പോൾ അവൻ എഴുന്നേറ്റിരുന്നത് പോലെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ജീവൻ, സ്തോത്രം, ഇന്ന് പകൽ നിത്യജീവൻ പകർന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. കണ്ണുനീർ കണ്ടാൽ എത്ര അശുദ്ധമായതും യേശു തൊടും. കണ്ണുനീര് കണ്ടാലേ എത്ര അശുദ്ധമെന്ന് ലോകം പറയുന്നതിലും യേശു തൊടും. വൃത്തിമായി കുരുടനായിരുന്നു, അവൻ കരയാൻ തുടങ്ങി. അവൻ യേശുവിനെ കാണാൻ പറ്റത്തില്ല, കേട്ടതേ ഉള്ളൂ. യേശു പോകുന്നു എന്ന് കേട്ടതേ ഉള്ളൂ. അവൻ കരയാൻ തുടങ്ങി. എന്നോട് കരുണ തോന്നണേ, എന്നോട് കരുണ തോന്നണേ. അവൻ കരയാൻ തുടങ്ങി. പലരും അവനോട് മിണ്ടാതിരിക്കാൻ അവനെ ശാസിച്ചു, പക്ഷെ അവന്റെ കരച്ചിൽ നിർത്തിയില്ല. പക്ഷെ അവന്റെ കരച്ചിൽ യേശുവിനെ നിർത്തി. യേശു അവിടെ നിന്നു. പ്രൈസ് ദി ലോർഡ്.
മഞ്ചത്തിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു നിന്നു. ബർത്തിമായുടെ കരച്ചിൽ കേട്ടപ്പോൾ യേശു നിന്നു. സ്തോത്രം. വിധവയുടെ കരച്ചിൽ കേട്ടപ്പോൾ യേശു നിന്നു. യേശു നിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? സ്വർഗം നിശ്ചലമായെന്ന. സ്വർഗം നിശ്ചലമായി. നിന്റെ കണ്ണുനീരിന് മുൻപിൽ അത് കണ്ടിട്ട് കടന്നു പോകുന്നവനല്ല യേശു. നീ കരയുമ്പോൾ സ്വർഗം നിശ്ചലമാവുകയാ. നിനക്ക് പരിഹാരം തരാതെ, നിനക്ക് വിടുതൽ തരാതെ പിന്നെ യേശു ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കില്ല. ഭർത്തിമായെ സൗഖ്യമാക്കാൻ വന്നവനല്ല യേശു. അവന്റെ വഴിയാത്രയിൽ ഒരുവന്റെ കരച്ചിൽ, ഒരുവന്റെ കണ്ണുനീർ അവന്റെ നടപ്പിനെ നിർത്തി. ഹല്ലേലൂയ. യേശു അവനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. അവന് കാഴ്ച കൊടുത്തു. അവന്റെ കണ്ണുനീരിനെ മറികടന്ന് യേശു പോയില്ല കേട്ടോ. യേശു നിന്നു. യേശു നിന്നു. യേശു നിന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? സ്വർഗം തന്നെ നിശ്ചലമായെന്ന. നിശ്ചലമായി. സ്വർഗം നിശ്ചലമാകും നിന്റെ കണ്ണുനീരിന് മുൻപിൽ. സ്വർഗത്തെ നിശ്ചലമാക്കാൻ കഴിയും നിന്റെ കണ്ണുനീരിന് മുൻപിൽ. നിനക്ക് വിടുതൽ തരാതെ, നിനക്ക് മറുപടി തരാതെ പിന്നെ ഒരു സ്റ്റെപ്പ് പോലും യേശു മുൻപോട്ട് വെക്കത്തില്ല കുഞ്ഞെ. ഇന്ന് പകൽ നിന്നോടുള്ള ദൂത നീ ഇതങ്ങ് ഏറ്റെടുത്തു. ഏറ്റെടുത്തു. നിന്റെ കണ്ണുനീരിന് മുൻപിൽ നിന്റെ കണ്ണുനീര് കണ്ടിട്ട്, ഓ സ്തോത്രം, മാറിപ്പോകുന്നവനല്ല യേശു. കണ്ണുനീര് കണ്ടിട്ട് മാറിപ്പോകുന്നവനല്ല യേശു. ഇന്ന് പകൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ യേശു. ഹല്ലേലൂയ. നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് കണ്ണുനീരാ, പണമല്ല. കണ്ണുനീര് നിക്ഷേപിച്ചോ, ആർപ്പോടെ നിങ്ങൾ കൊയ്യും. ആർപ്പോടെ കൊയ്യും. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സ്തോത്രം, 56-ാം സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടപെടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇടപെടാതെ അവർ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. എൻ്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എൻ്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. നീ എൻ്റെ ഞാൻ ഉദ്ദേശിച്ച വാക്യം ഇതാണ്. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? എന്റെ കണ്ണുനീര് അത് ഏതധ്യായോ? 56-8. 56-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? എന്ത്? എന്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വെക്കുമെന്ന് നിന്റെ പുസ്തകത്തിലില്ലയോ? അപ്പോൾ എന്താ നമ്മൾ നിക്ഷേപിക്കേണ്ടത്? പണമല്ല നിക്ഷേപിക്കേണ്ടത്, കണ്ണുനീര് നിക്ഷേപിക്കണം. ഈ കണ്ണുനീരിന്റെ പ്രതിഫലമാണ് വരും കാലങ്ങളിൽ നമ്മൾ അനുഭവിക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഒരു ദൈവദാസനുണ്ട്. ജോൺ ഹൈഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോൺ ഹൈഡ്. ഇദ്ദേഹം ഭയങ്കര പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന കാരണം ഇദ്ദേഹത്തിന്റെ പേരാളുകൾ മാറ്റി വിളിച്ചു. പ്രേയിങ് ഹൈഡ് എന്നാക്കി. ജോൺ ഹൈഡ് എന്നുള്ളത് പ്രേയിങ് ഹൈഡ് എന്ന് ഇദ്ദേഹത്തെ ആളുകൾ വിളിച്ചു തുടങ്ങി. ഒരു ദിവസം ഇവരുടെ സഭ, അദ്ദേഹം ഒരു പാസ്റ്ററൊന്നുമല്ല, ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു സാധാരണ ഒരു വിശ്വാസി. ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ സഭയിൽ വലിയൊരു ക്രൂസൈഡ് നടക്കുകയാണ്. 50,000-ഓളം വരുന്ന ആളുകൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ജോൺ ഹൈഡ് 10 മണിക്കൂർ അദ്ദേഹം ഈ മീറ്റിങ്ങിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. 10 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോൾ സംഘാടകർ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹൈഡേ, വലിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം ഇതാണ്, ഇന്ന് പ്രസംഗിക്കാൻ വരേണ്ട പാസ്റ്റർ ഇന്ന് വരത്തില്ല. അയാൾക്കിന്ന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജോൺ ഹൈഡാണ് ഇന്നത്തെ പ്രസംഗകൻ. അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഞാൻ സ്റ്റേജിൽ കയറി നിന്നാൽ ഞാൻ വിറയ്ക്കും, എനിക്കറിയില്ല പ്രസംഗിക്കാനൊന്നും. പക്ഷേ സംഘാടകർ പറഞ്ഞു, അല്ല,
ഇന്നിവിടെ പ്രസംഗിക്കാൻ ഏറ്റവും യോഗ്യൻ ജോൺ ഹെയ്ഡാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ കയറണം. ഇദ്ദേഹത്തെ മൈക്കും കൊടുത്ത് സ്റ്റേജിലേക്ക് ഉന്തിക്കയറ്റി വിട്ടു. ഇദ്ദേഹം അവിടെ കയറി നിന്നു. സ്തോത്രം. സ്റ്റേജിൽ കയറി നിന്നിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്. ആ പദം ഇങ്ങനെയാണ്. സ്തോത്രം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. ഒറ്റ വാക്ക പറഞ്ഞു. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. 5000-ഓളം വരുന്ന പുരുഷാരം കരയാൻ തുടങ്ങി. കരച്ചിൽ നിൽക്കുന്നില്ല. മണിക്കൂർ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. ഈ ഒരൊറ്റ വാക്ക, നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. ഈ ഒരൊറ്റ പദം പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളുടെ അകത്തേക്ക് കൊടുത്തു. മീറ്റിംഗ് കഴിഞ്ഞു, സമയം കഴിഞ്ഞു, മീറ്റിങ്ങിന്റെ ആശീർവാദം പറഞ്ഞു. പക്ഷെ ആരും ഗ്രൗണ്ട് വിട്ടു പോയില്ല. അതവിടെ വലിയൊരു ഉണർവിന് തുടക്കം കുറിച്ചു. 10,000-കണക്കിന് ആളുകൾ അന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ പദം മാത്രമാ. പ്രാർത്ഥനാ മനുഷ്യൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ പദമാണ്, നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. ആ ഒരൊറ്റ വാക്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ വലിയൊരു ഉണർവ് നടക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയാണ് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അവസാന പോയിന്റിലേക്ക് വേഗത്തിൽ വരാം. 5-ാമത്തെ കാര്യം ഇതാണ്. ഉയർത്തെഴുന്നേൽപ്പ് കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു, കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ നമ്മൾ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 4-5 വേദഭാഗം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി നമ്മുടെ കണ്ണിലെ മുഴുവൻ കണ്ണുനീരും തുടയ്ക്കപ്പെടുന്ന സമയം, കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടുമ്പോൾ, യേശു വന്ന് നമ്മുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പിന്നെ നമുക്ക് കണ്ണുനീരില്ല കേട്ടോ. പിന്നെ മുറവിളിയില്ല, ദുഃഖമില്ല. 4-5 വാക്യങ്ങൾ, വെളിപ്പാട് 21-4-5 വാക്യങ്ങളിൽ നമ്മളതാണ് വായിക്കുന്നത്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാ, അവിടെ വെച്ച് അവൻ സകല കണ്ണുനീരും തുടച്ചു കളയും. മുഴുവൻ കണ്ണുനീരും തുടച്ചു കളയും. യേശു വന്ന് കണ്ണുനീരൊപ്പും. നിന്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ലെങ്കിലും നിനക്ക് കരയാൻ കഴിയുന്നുണ്ടെങ്കിൽ കുഞ്ഞെ, നിന്റെ ജീവിതം ധന്യമായി തീരും. ഒരിക്കൽ കൂടെ 4-5 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 1, മാനസാന്തരം കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. 2, പ്രാർത്ഥന കണ്ണുനീരോടുകൂടെ ആയിരിക്കണം. 3, സുവിശേഷ വേല കണ്ണുനീരുള്ളതായിരിക്കണം. 4, ആരാധന കണ്ണുനീരുള്ളതായിരിക്കണം. 5, ഉയർത്തെഴുന്നേൽപ്പ് കണ്ണുനീരോടുകൂടെ ഉള്ളതായിരിക്കണം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.